ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ നോക്കാം. ഒമാനിൽ ഊർജ്ജ ഖനന മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പ്രൊഫഷണൽ ലൈസൻസ് നിർബന്ധമാക്കുന്നു. ലൈസൻസ് ഇല്ലെങ്കിൽ വർക്ക് പെർമിറ്റുകൾ പുതുക്കില്ലെന്നാണ് മുന്നറിയിപ്പ്. ഒമാനിലെ ഊർജ്ജ ഖനന മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പ്രൊഫഷണൽ ലൈസൻസ് ഇല്ലെങ്കിൽ കുടുങ്ങും. ലൈസൻസ് ഇല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് പുതുക്കി നൽകില്ല. ജൂൺ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇളവ് അനുവദിച്ചിരുന്ന സമയപരിധി അവസാനിച്ച സാഹചര്യത്തിൽ നിശ്ചിത തീയതിക്ക് മുൻപായി എല്ലാ സ്ഥാപനങ്ങളും ജീവനക്കാരും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ലൈസൻസ് കൈപ്പറ്റണമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനും പ്രധാന വ്യവസായ മേഖലകളിലെ പ്രൊഫഷണൽ നിലവാരം ഉയർത്തുന്നതിനുമായി ഒമാൻ എനർജി അസോസിയേഷനുമായി ചേർന്നാണ് മന്ത്രാലയം ഈ പുതിയ നീക്കം നടപ്പിലാക്കുന്നത്. പുതുതായി ഒമാനിലേക്ക് വരാനിരിക്കുന്ന വിദേശ തൊഴിലാളികൾക്ക് ലൈസൻസിംഗിന്റെ മുൻകൂർ അനുമതിയില്ലാതെ പുതിയ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നിശ്ചിത സമയത്തിനകം രജിസ്റ്റർ ചെയ്യാതിരിക്കുകയോ ലൈസൻസ് നടപടികൾ പൂർത്തിയാക്കാതിരിക്കുകയോ ചെയ്താൽ നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ അനുസരിച്ച് കമ്പനികൾക്കും തൊഴിലാളികൾക്കും വൻതുക സാമ്പത്തിക പിഴ ഈടാക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അംഗീകരിക്കപ്പെട്ട തസ്തികകളുടെ പട്ടിക കൃത്യമായി പരിശോധിക്കാനും ബാധകമായ എല്ലാ ജീവനക്കാരെയും നിശ്ചിത തീയതിക്ക് മുൻപായി മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യിക്കാനും കമ്പനികളോട് അധികൃതർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റ് എയർവേസ് കേരളത്തിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നു. പ്രവാസി മലയാളികൾക്കിത് ആശ്വാസമാകും. കേരളത്തിലേക്കുള്ള സർവീസുകൾ ജൂണിലാണ് പുനരാരംഭിക്കുന്നത്. കൊച്ചി, തിരുവനന്തപുരം ഉൾപ്പെടെ 58 സെക്ടറുകളിലേക്ക് ആഴ്ചയിൽ 728 സർവീസുകൾ ഉണ്ടാകും. നിലവിൽ 45 നഗരങ്ങളിലേക്ക് ആഴ്ചയിൽ 420 സർവീസുകളാണ് നടത്തിവരുന്നത്. സർവീസ് പുനരാരംഭിക്കുന്നത് പ്രവാസി മലയാളികൾക്ക് വലിയ ആശ്വാസമാകും. കൊച്ചി, തിരുവനന്തപുരം, ഡൽഹി, മുംബൈ, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ ഇന്ത്യൻ നഗരങ്ങളിലേക്കും സർവീസുകളുണ്ടാകും. കൂടാതെ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ പ്രധാന നഗരങ്ങളിലേക്കും ജൂണിൽ വിമാന സർവീസ് നടത്തും. മേഖലയിലെ സംഘർഷം മൂലം ഫെബ്രുവരി മുതൽ യാത്രക്കാർ റദ്ദാക്കിയ 5 ലക്ഷത്തോളം ടിക്കറ്റുകളിൽ 55% തുകയും ഇതിനകം തിരിച്ചു നൽകിയതായി അധികൃതർ അറിയിച്ചു. ഇന്ധനവിലയിലെ വർധനവും ഇൻഷുറൻസ് ചെലവുകളും ടിക്കറ്റ് നിരക്കുകളെ ബാധിച്ചിട്ടുണ്ടെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിലും സുഗമമായ യാത്രാമാർഗം ഉറപ്പാക്കാനാണ് എയർലൈൻ ശ്രമിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ സുരക്ഷാ നടപടികൾ കടുപ്പിച്ച ആഭ്യന്തര മന്ത്രാലയം. ഒരാഴ്ചക്കിടെ 9800 പ്രവാസികളെയാണ് നാടുകടത്തിയത്. ഇഖാമ, തൊഴിൽ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ സൗദി ആഭ്യന്തര മന്ത്രാലയം നടപടി കർശനമാക്കി. ഒരാഴ്ചക്കിടെ 19,000 നിയമലംഘകരെയാണ് പിടികൂടിയത്. നിലവിൽ 1000-ലധികം വനിതകൾ ഉൾപ്പെടെ 23,600-ലധികം വിദേശികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച പിടിയിലായവരിൽ ഭൂരിഭാഗവും ഇഖാമ നിയമലംഘകരും അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാത്തവരുമാണ്. അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച 1158 പേരും രാജ്യം വിടാൻ ശ്രമിച്ച 54 പേരും ഇതിൽ ഉൾപ്പെടുന്നു. പിടിയിലായവരിൽ 16,400 പേരെ യാത്രാരേഖകൾക്കായി അതത് രാജ്യങ്ങളുടെ എംബസികളിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. നടപടികൾ പൂർത്തിയാക്കിയ 9,800 പേരെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ രാജ്യത്ത് നിന്ന് നാടുകടത്തി. അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് സഹായം നൽകുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.